ആ ചെയ്ത് കാണിക്കോ? അപ്പേ നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം അടിപൊളി കാലഘട്ടം അല്ലെ. അതായത് AI കാലഘട്ടം. പണ്ടൊക്കെ 200 വർഷം മുമ്പൊക്കെ ആൾക്കാർ ജീവിച്ചത് വെള്ളമില്ല, വണ്ടി സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ആ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഉദാഹരണം കരണ്ട് പോലും ഇല്ല. ഇപ്പൊ എന്തൊക്കെ സൗകര്യങ്ങളാണ്. ഇപ്പൊ 2025 തുടങ്ങിയിട്ട് കഴിയാൻ പോവാ. 2026 രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞ 2026 ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും. നമ്മളൊക്കെ ജീവിക്കണം നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള ജീവിതം അല്ലെ. 2025 ആയി. ആർക്കാണ് ഗുണം? സത്യത്തിൽ ആർക്കാണ് ഗുണം? ആണുങ്ങൾക്കാണ് പെണ്ണുങ്ങൾക്കാണോ? ഞങ്ങൾ ആണുങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഗുണമൊന്നുമില്ല. പിന്നെ ഈ ഗുണം മുഴുവൻ കിട്ടിയേക്കണത് ഈ ശാസ്ത്രം വളർന്നു, ടെക്നോളജി വളർന്നു മുഴുവൻ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണ് ഈ ഗുണം കിട്ടിയേക്കണത്. അല്ലാന്ന് നിങ്ങൾ പറയും. പണ്ടൊക്കെ വെള്ളം കോരി ചുമന്നു കൊണ്ടുവരണം, അകം കഴുകണം, ബാത്റൂമിൽ വെള്ളം വെക്കണം. ബാത്റൂം ഒക്കെ പുറത്തായിരുന്നു, ബാത്റൂമിൽ വെക്കണം. ഇപ്പൊ മോട്ടർ വന്നപ്പോ ഈ വക കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയി. ഇത് ആർക്കാ ഗുണം? പെണ്ണുങ്ങൾക്ക്. പിന്നെ അലക്കാൻ ഈ വെള്ളം കോരി കൊണ്ടുവച്ചിട്ട് തുണിക്കല്ലുമ്മ അലക്കി അലക്കി പണ്ടാരടങ്ങിയിട്ട് വേണം പെണ്ണുങ്ങള് പണ്ടൊക്കെ ജീവിച്ചാർന്നത്. ഇപ്പൊ എന്താണ്? വാഷിംഗ് മെഷീനിലിടാ, എന്നിട്ട് അത് പിഴിഞ്ഞിട്ട് ഒന്ന് വെയിലത്തിടില്ല, അതും ഡ്രയറിലിടാ. അപ്പൊ ആർക്കാണ് ഗുണം? പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. അടുപ്പില് ഊതി കണ്ണൊക്കെ നീറി പുക കത്തിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയായിരുന്നേ. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഗ്യാസായി, ഞെക്കുക വെക്കുക എന്താണെങ്കിലും ഉണ്ടാക്കുക. പണ്ടൊക്കെ ചാണം വാരി കൊണ്ടുവന്നിട്ടാണ് ആകമൊക്കെ മെഴുകിയായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ചാണകം വാരി കൊണ്ടുവരും. ഇപ്പൊ ചാണകം കാണുന്നത് പെണ്ണുങ്ങൾക്ക് അലർജിയാണ്. ചാണകം മറ്റേ പശുമ്പാല് മേടിക്കില്ല, മറ്റേ പാക്കറ്റ് പാല മേടിക്കുള്ളൂ. ചാണകത്തിന് മണുണ്ടെന്ന്. ഇതാണ് ഇപ്പൊ കാലഘട്ടം. അപ്പൊ ഈ കാലഘട്ടം കൊണ്ട് ഉണ്ടായേക്കണത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഗുണം. പിന്നെ വേറെ കാര്യം പറയാം. അടുപ്പിൽ ഊതിച്ച് കത്തിച്ച് ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മുമ്പൊക്കെ അയൽവക്കത്ത് പോയിട്ട് പരിദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും പെണ്ണുങ്ങൾ എന്റർടൈൻമെന്റ്. ഇപ്പൊ എന്തിട്ടാണ്? മൊബൈൽ എടുക്കുക. ആൾക്ക് ഒരു മൊബൈലാണ്. 300 വെച്ചിട്ട് മാസം എല്ലാവർക്കും ചാർജ് ചെയ്യണം. ആർക്കാ? കറണ്ട് വന്നു, ആർക്കാണ് പ്രശ്നം? അതിനു മുമ്പ് മണ്ണവിളക്കാണ് കത്തിച്ചാർന്നത്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ അതിന് മാസം 1500-2000 രൂപ കറണ്ട് ബില്ല്. ഒരാൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ 28 ദിവസത്തേക്ക് 300 രൂപ, 3 മൊബൈൽ ചാർജ് 1000 രൂപ. ഞങ്ങള് ആണുങ്ങൾക്ക് മാത്രം ഒന്നും തന്നിട്ടില്ല. ശമ്പളവും പഴയത് തന്നെ, 10 കൊല്ലം മുമ്പുള്ള ശമ്പളം തന്നെയാണ് ഇപ്പോഴുള്ളൂ. ഒരു മാറ്റവും ഇല്ല. അപ്പൊ സൗകര്യം കൂടി. ഇപ്പൊ വീട്ടിലെ പെണ്ണുങ്ങൾക്കും പിള്ളേർക്കും സൗകര്യം കൂടി. അപ്പൊ നമ്മള് ഇനി ഇതിനനുസരിച്ചിട്ട് കടം മേടിക്കുക. ആണുങ്ങളുടെ ജീവിതമാണ് ശരിക്കും കഷ്ടമായ. 2025 കാലഘട്ടം, AI കാലഘട്ടം. എന്താണ്? പണിയെടുക്കാണ്ട് വീട്ടിലിരുന്നിട്ട് കാശ് കിട്ടണ വല്ല പരിപാടിയും AI ചെയ്ത് വന്ന. മുമ്പൊക്കെ നമുക്ക് അന്നാന്ന് ഉണ്ടാക്കുന്ന സാധനം അന്നാന്ന് കഴിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അതും ഇല്ല. ആൾക്കാര് പറയും പണ്ട് വീട്ടില് ഭക്ഷണം പുറത്തു പോയിട്ട് തൂറാന്ന് വെച്ചേ, സോറി അങ്ങനെയല്ല, ബാത്റൂമിൽ വന്ന്. ഇപ്പൊ അതല്ല, പുറത്തു പോയിട്ട് ഭക്ഷണം വീട്ടില് തൂറച്ചേ. വീട്ടിലാണ് ബാത്റൂം. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ബൾക്കായിട്ട് ഉണ്ടാക്കും. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പൊ നമുക്ക് അന്നു നല്ല ഫ്രഷ് സാധനം കഴിക്കാൻ പറ്റും. ഇപ്പൊ എങ്ങനെയാ? ഒറ്റടിക്ക് കുറെ ഉണ്ടാക്കും, എന്നിട്ട് കൊട്ടയൊക്കെ ഒരു ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കും. പിറ്റേ ദിവസം മുതൽ ചൂടാക്കി കഴിക്കലാണ്. എന്തുവാണ്? ഇനിയിപ്പോ അത് പറ്റിയില്ല, എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പുറത്തുനിന്ന് കഴിക്കണം, അല്ലാണ്ട് ഇവിടെ ആർക്കും ഇറങ്ങൂല. ഇതെന്താണ് ഇങ്ങനെ? ഇതിപ്പോ ആർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഗുണം കിട്ടിയേക്കണത്? ആർക്കാണ്? പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടേ, നിയമ പരിരക്ഷ പെണ്ണുങ്ങൾക്കാണ്. ഈ 2025 എല്ലാ സംഭവവും എല്ലാ ഗുണങ്ങളും കിട്ടിയേക്കണത് പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. ആണുങ്ങൾക്ക് ഇപ്പോഴൊന്നുമില്ല, നിയമപരിരക്ഷ ഇല്ല, ഒന്നുമില്ല. ഒരു പെണ്ണ് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ ജയിലില്. എന്ത് കാലഘട്ടമാണ്! ഇതിനേക്കാളും നല്ലത് ആണുങ്ങൾക്ക് പണ്ടത്തെ കാലഘട്ടം, 200 കൊല്ലം മുമ്പ്. സത്യത്തില് ഇപ്പൊ ഒരു കാര്യമില്ല ആണുങ്ങൾക്ക്. എന്തെങ്കിലും കാര്യം ഉണ്ടോ? എനിക്കറിയാൻ പാടില്ലാട്ടാ. നമുക്കൊരു കാര്യമില്ല. പണ്ടാറടിക്ക് പണിയെടുത്ത് നടക്കാന്നല്ലേ, എങ്ങനെയും ചത്തുപോവാ. അറ്റാക്ക് വന്ന് ചത്തുപോവാ. അത്ര തന്നെ ഉള്ളൂ ജീവിതം. അങ്ങനെ തന്നെ.